അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശശികലയ്ക്ക് തിരിച്ചടി 4 വർഷം തടവും 10 കോടി രൂപ പിഴയും വിധിച്ചു. ശശികലയ്ക്കൊപ്പം മറ്റു പ്രതികളായ VN സുധാകരൻ, ഇളവരശി എന്നിവർക്കും ഇതേ ശിക്ഷ തന്നെ വിധിച്ചു. വിചാരണ കോടതി വിധി അസാധുവാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി റദ്ദു ചെയ്തു. ശശികല വിചാരണ കോടതിക്ക് മുൻപാകെ കീഴടങ്ങണമെന്ന് കോടതി. ശശികലയ്ക്ക് 10 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, വിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശശികല കുറ്റക്കാരിയാണെന്ന് തന്നെ സുപ്രീം കോടതിയും കണ്ടെത്തിയിരിക്കുന്നു. കർണാടക ഹൈക്കോടതിയുടെ വിധി റദ്ദു ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും ചേരുന്നു. സന്തോഷ്, വിവരങ്ങളിലേക്ക്. സന്തോഷിലേക്ക് ഉടൻ തന്നെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പുതിയ നിയമസഭാ കക്ഷി നേതാവായ തെരഞ്ഞെടുത്ത എടപ്പാടി പളനിസ്വാമി അല്പം സമയത്തിനകം തന്നെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് MLA-മാരുടെ പിന്തുണ അറിയിക്കുന്ന കത്തുമായി ഗവർണറെ കാണും എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വാർത്തകൾ. ഇപ്പോഴും അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ദേവദാസ് ഇപ്പോഴും തുടരുന്നുണ്ട് നമുക്കൊപ്പം കണ്ണൂർ സ്റ്റുഡിയോയിൽ. ശ്രീ ദേവദാസ്, ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എടപ്പാടി പളനിസ്വാമി സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് MLA-മാരുടെ പിന്തുണ അറിയിക്കുന്ന കത്തുമായി ഗവർണറെ കാണാൻ ഒരുങ്ങുകയാണ്. സ്വാമി, അതാ ഞാൻ പറഞ്ഞത്, ഇതാ സംഭവിക്കുള്ളൂ, വേറെ ഒന്നും സംഭവിക്കാനില്ല. അവരെ ഈ എടപ്പാടി പളനിസ്വാമി ഗവർണറെ കണ്ടാൽ ഗവർണർ ഉടനടി ഫ്ലോർ ടെസ്റ്റിന് വിളിക്കുക, അത്രേ ഉള്ളൂ. ഫ്ലോർ ടെസ്റ്റിൽ എടപ്പാടി പളനിസ്വാമി ഭൂരിപക്ഷം തെളിയിച്ചാൽ എടപ്പാടി പളനിസ്വാമി മുഖ്യമന്ത്രിയാവും. പിന്നെ അത് പൊളിഞ്ഞാൽ പിന്നെ പനീർശെൽവത്തിനെ വിളിക്കാനുള്ള ചാൻസ് കാണരുത്. എന്തറിയാ, പനീർശെൽവം രാജിവെച്ചതാണ്, എനക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട്. പനീർശെൽവം കെയർ ടേക്കർ മുഖ്യമന്ത്രിയാണ്. പനീർശെൽവത്തിൻ്റെ ഒപ്പം കൂടിയെങ്കിൽ പനീർശെൽവം എന്ത് വേണം? ഈ നിരോധിത ഇതിലേക്ക് വരും, ഇനി പുറത്താക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇവരുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും മെമ്പേഴ്സും AIADMK മെമ്പേഴ്സും പനീർശെൽവത്തെ തിരഞ്ഞെടുക്കണം. എന്നിട്ട് പാർട്ടി ലീഡറായിട്ട് തിരഞ്ഞെടുത്ത് ഇത്ര ആൾ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു ലിസ്റ്റുമായിട്ട് ഗവർണറുടെ അടുത്ത് പോയാൽ മാത്രമേ ഗവർണർക്ക് ചാൻസ് ഉള്ളൂ. ഇതിൽ ഗവർണർക്ക് എടപ്പാടി പളനിസ്വാമിയെ ഫ്ലോർ ടെസ്റ്റിന് വിളിക്കലേ ഇതിൽ ഉള്ളൂ സ്വാമി, വേറെ ഒരു നിവൃത്തിയില്ല. അതാണ് 164 പറയുന്നത്. അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ബാസുചന്ദ്ര ബാബുവും പറയുന്നത് 163(2) നിലനിൽക്കില്ല, അത് എക്സെപ്ഷണൽ കേസ്. അതാണ് ഞാൻ VV രാജേഷോടും പറഞ്ഞത്. പക്ഷേ ഇവർ പുകമറ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് അത് കൃത്യമായ 2016 പേമ കണ്ടു കേസിൽ കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, ഗവർണർക്ക് അങ്ങനെ പ്രത്യേക അധികാരമൊന്നുമില്ല. ഫ്ലോറിൽ വെച്ച് നിങ്ങൾക്ക് ഡിസ്ക്രിഷൻ ആവാം, അതായത് അസംബ്ലി ഫ്ലോറിൽ വെച്ച്. അത് നടന്നിട്ടില്ലല്ലോ. ഈ ഗവർണർ ഇപ്പോൾ മുങ്ങുമെന്നാണ് എൻ്റെ സംശയം. ഇപ്പോൾ പളനിസ്വാമി പോകുമ്പോൾ ഗവർണർ പിന്നാമ്പുറത്തോട്ട് ഓടിയിട്ട് മഹാരാഷ്ട്രയിൽ പോവും. അതാണ് ഇവിടെ വേണ്ടത്. DMK ചോദിക്കേണ്ടത് സ്ഥിരമായ ഒരു ഗവർണറെയാണ്. അതിനാണ് സെൻട്രൽ ഗവൺമെൻറ് ഈ പാർട്ട് ടൈം ദിവസക്കൂലിക്കാരനായ ഈ ചില സമയം ബുദ്ധി പോവും, ചില സമയം ബുദ്ധി വരുന്ന ഈ ഗവർണറെ വെച്ചത്. ഇപ്പോൾ തമിഴ്നാടിനെ അസ്ഥിരപ്പെടുത്താനാണ്. ഇവിടെ ഗവർണറാണ് പ്രധാന പ്രശ്നം. ഒന്നിക്കൽ നിങ്ങൾ സ്ഥിരം ഗവർണറെ വെക്കുക. ആ ഗവർണർ ഇന്ന് പളനിസ്വാമിയെ നിങ്ങൾ നിയമസഭയിലേക്ക് വിളിച്ച് ഫ്ലോർ ടെസ്റ്റിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടുക. മറ്റേ ശശികലേനെ അറസ്റ്റ് ചെയ്യുക, മറ്റേ ഈ 20,000 കോടി പിടിച്ചെടുക്കുക, അതെല്ലാം പിന്നെ.
പക്ഷേ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടത് തമിഴ്നാട് ജനങ്ങൾ വോട്ട് ചെയ്തത് AIADMKക്കാണ്. വൻ ഭൂരിപക്ഷം 135 സീറ്റിൽ ആ 135 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിനുള്ള ആ ഭൂരിപക്ഷത്തിനെ ഇതാക്കിക്കൊണ്ട് ഗവർണർ ഭരണഘടനാപരമായ ഡ്യൂട്ടി നിർവഹിക്കണം. അത് ഇതുവരെ നിർവഹിച്ചതായിട്ട് കാണുന്നില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച നിർവഹിച്ചെങ്കിൽ ഈ റിസോർട്ടിലുള്ള പെണ്ണ്, കള്ള്, മസാജിങ് ഒന്നും ഇല്ലാണ്ട് ഈ ഭരണഘടനയെ ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെടുത്താണ്ട് നിൽക്കാമായിരുന്നു. അത് നടന്നില്ല. അപ്പോൾ BJP സെൻട്രൽ ഗവൺമെൻറ് കളിച്ചു, DMK കളിച്ചു, എല്ലാവരും കളിച്ചു. ഇപ്പം പളനിസ്വാമി ഇനിയത്തെ മുഖ്യമന്ത്രി ആവാനുള്ള ഫ്ലോർ ടെസ്റ്റിൽ 118 MLA മാരുടെ പിന്തുണ ഉണ്ടെങ്കിൽ തന്നെ പളനിസ്വാമിക്ക് മുഖ്യമന്ത്രി ആവാം. വേറെ ഒരു ഇപ്പോഴും പനീർശെൽവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് കൂടുതൽ MLA-മാർ പനീർ ക്യാമ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ 11 MLA-മാർ കൂടി പനീർ ക്യാമ്പിലേക്ക് എത്തുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഓൾറെഡി 10 MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ 21 MLA-മാരുടെ ഭൂരിപക്ഷം പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകും. സ്വാമി എന്നോടാ സ്വാമി, അത് ഉണ്ടായാലും അതൊരു പ്രശ്നമല്ല. എന്തറിയാം, അത് 21 അല്ലല്ലോ MP, 3-1 ഇത് വേണം. ഏകദേശം 90 MLA-മാരുടെ ഭൂരിപക്ഷമെങ്കിലും ഈ പനീർശെൽവത്തിന്റെ കൂടെ വേണം. അതൊന്നുമില്ല. ഈ 22 വെച്ചിട്ട് DMK സപ്പോർട്ട് ചെയ്യും. ദേവദാസിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ MLA-മാരുടെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കത്തുമായി ADMK MLA-മാർ മാധ്യമങ്ങളെ കാണുകയാണ്. അല്പസമയത്തിനകം തന്നെ പുതിയ നിയമസഭാ കക്ഷി നേതാവ് പളനിസ്വാമി സർക്കാർ ഉണ്ടാക്കാനുള്ള MLA-മാരുടെ പിന്തുണ അറിയിക്കുന്ന കത്തുമായി ഗവർണറെ കാണും. ഏകകണ്ഠമായാണ് തന്നെ തെരഞ്ഞെടുത്തത് എന്നാണ് പളനിസ്വാമി ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സന്തോഷ് സർലിംഗ് വീണ്ടും ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, വിധിന്യായവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? സ്വാമി, 570 പേജുള്ള ഒരു ബൃഹത്തായ വിധിന്യായമാണ് സുപ്രീം കോടതി ജയലളിത കേസിൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് സുപ്രീം കോടതി വിധിന്യായം ജയലളിതയുടെ അഭിഭാഷകർക്കും തമിഴ്നാട്ടിലെ അഭിഭാഷകർക്കും നൽകി. ഈ വിധിന്യായം പ്രകാരം വിചാരണ കോടതിയുടെ കണ്ടെത്തലുകൾ പൂർണ്ണമായും സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു. 4 വർഷത്തെ കഠിന തടവാണ് വിചാരണ കോടതി വിധിച്ചത്. ഇത് അംഗീകരിച്ചു. അതേസമയം വിചാരണ കോടതിയുടെ കണ്ടെത്തലുകൾ തള്ളിക്കളഞ്ഞ കർണാടക ഹൈക്കോടതി വിധി സുപ്രീം കോടതി അംഗീകരിച്ചില്ല. അത് മാറ്റി പകരം വിചാരണ കോടതി വിധി അംഗീകരിച്ചു. വിചാരണ കോടതി 10 കോടി രൂപ പിഴയും പ്രതികൾക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഈ 10 കോടി രൂപ പിഴയും ഇപ്പോൾ ശശികലയ്ക്കും ഭർത്താവ് നടരാജനും സുധാകരനും ഇളവരശിക്കും പിഴയായി നൽകേണ്ടി വരും. ഇവരോട് എത്രയും വേഗം കോടതിക്ക് മുമ്പിൽ കീഴടങ്ങാനും സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. എന്തായാലും 10 വർഷത്തേക്ക്, അതായത് ജയിലിൽ കിടക്കുന്ന 4 വർഷമടക്കം പിന്നീടുള്ള 6 വർഷം, അങ്ങനെ 10 വർഷത്തേക്ക് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചുള്ള ചട്ടങ്ങൾ പ്രകാരം ശശികലയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല എന്നും മത്സരിക്കാൻ ആകുകയുമില്ല. സുപ്രധാനമായ ഒരു കാര്യം, ഇക്കാര്യത്തിൽ ബാംഗ്ലൂർ ഹൈക്കോടതി വിധി സുപ്രീം കോടതി അംഗീകരിച്ചില്ല എന്നതാണ്. ഈ 570 പേജിൽ വരുന്ന ബൃഹത്തായ വിധിന്യായത്തിൽ ഈ ഓരോ കണ്ടെത്തലുകളും അടിവരയിട്ട് സുപ്രീം കോടതി എടുത്തു പറയുന്നു. പ്രത്യേകിച്ച് 96 മുതൽ വിജിലൻസ് വിഭാഗം കണ്ടെത്തിയ അനധികൃത സ്വത്ത് സമ്പാദനങ്ങൾ ഓരോന്നും കണക്കിട്ട് നിരത്തുകയും ചെയ്യുന്നുണ്ട്. സോമി, സന്തോഷ് സർലിംഗ് ആണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ശശികലയ്ക്ക് തിരിച്ചടി, 4 വർഷം തടവും 10 കോടി രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ശശികല ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു. വീണ്ടും പനീർശെൽവം മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിൽ.
പനീർശെൽവം ക്യാമ്പിൽ നിന്നുള്ള സന്തോഷ പ്രകടനങ്ങളും ആഹ്ലാദ പ്രകടനങ്ങളുമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ അനുസരിച്ച് പനീർശെൽവം കുവത്തൂരിലുള്ള MLA-മാരെ കാണാനായി കുവത്തൂരിലെ ഗോൾഡൻ ബേ റിസോർട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കൂടുതൽ MLA-മാർ പനീർ പക്ഷത്തേക്ക് എത്താനുള്ള സൂചനകളും പുറത്തുവരുന്നു. 11 MLA-മാർ കൂടി പനീർശെൽവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് പനീർ ക്യാമ്പിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും തമിഴ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിർണായകമായ മുഹൂർത്തങ്ങൾ മണിക്കൂറുകളാണ് ഇനിയുള്ളത്. ഇപ്പോൾ തന്നെ നിയമസഭാ കക്ഷി നേതാവ് എടപ്പാടി പളനിസ്വാമി സർക്കാർ രൂപീകരണത്തിനുള്ള MLA-മാരുടെ പിന്തുണ അറിയിച്ചുകൊണ്ട് ഗവർണർക്ക് കത്ത് നൽകാൻ പോയി കഴിഞ്ഞു. ഇപ്പോൾ പനീർശെൽവം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. புரட்சி தலைவி அம்மா அவருடைய ஆன்மா இன்னும் உயிரோடு தான் இருக்கிறது. மாண்புமிகு அம்மாவுடைய ஆன்மா நமது நாட்டையும் நமது நாட்டு மக்களையும் உறுதியாக காப்பாற்றி நல்வழிப்படுத்தும் என்பதை இங்கு வருகை புரிந்திருக்கின்ற அனைத்திந்திய அண்ணா திராவிட முன்னேற்ற கழகத்தின் சார்ந்த அனைத்து கழகத்துடைய மூத்த முன்னோடிகளுக்கும் பொதுமக்களுக்கும் கழக உடன்பிறப்புகளுக்கும் மாண்புமிகு அம்மாவின் மீது மாறாத பாசமும் பற்றும் வைத்திருக்கின்ற அனைத்து பொறுப்பாளர்களுக்கும் பொதுமக்களுக்கும் என்னுடைய பணிவான நன்றி கலந்த வணக்கத்தினை இந்த நல்ல நேரத்திலே தெரிவித்துக் கொள்ள கடமைப்பட்டிருக்கின்றேன். மாண்புமிகு அம்மாவுடைய நல்லாட்சிதான் இப்பொழுதும் நடைபெற்றுக் கொண்டிருக்கிறது. தொடர்ந்து மாண்புமிகு இதயம் டாக்டர் புரட்சி தலைவி அம்மாவுடைய நல்லாட்சிதான் நடைபெறும். மாண்புமிகு அம்மாவுடைய கொள்கைகளை கோட்பாடுகளை மாண்புமிகு அம்மா அவர்கள் கொள்கைகளை கோட்பாடுகளை உறுதியாக மாண்புமிகு அம்மாவுடைய வழியில் செயல்படும் நம்முடைய அரசு உறுதியாக செயல்படுத்தும் என்பதனை நான் இந்த நல்ல நேரத்திலே தெரிவித்துக் கொள்ள கடமைப்பட்டிருக்கின்றேன். முழுவதுமாக அனைத்திந்திய அண்ணா திராவிட முன்னேற்ற கழகத்துடைய மாண்புமிகு சட்டமன்ற உறுப்பினர்களுடைய பெரும்பான்மை ஆதரவுடன் மாண்புமிகு அம்மாவுடைய நல்லாட்சி இப்பொழுது நடைபெற்றுக் கொண்டிருக்கின்ற நல்லாட்சி தொடரும் தொடரும் தொடரும். ஆகவே மாண்புமிகு அம்மா அவர்கள் நல்லாட்சி நடைபெற்றுக் கொண்டிருக்கிற தமிழகத்தில் அமைதியை நிலைநாட்டுவது நமது மிகப்பெரிய கடமையாகும். இருக்கின்ற சூழ்நிலையை நாம் பொறுமையோடு பார்த்து நம்முடைய நோக்கம் மாண்புமிகு அம்மா அவருடைய நல்லாட்சியை தொடர்ந்து எந்தவித இடையூறுக்குள்ளாமல் சட்டம் ஒழுங்கை காப்பாற்றுகின்ற வகையில் நம்முடைய செயல்பாடுகள் இருக்க வேண்டும் என்று இந்த நல்ல நேரத்திலே தெரிவித்துக் கொண்டு கடந்த ஒரு வார காலமாக அனைத்து நிலைகளிலும் இருக்கு பல ஊர்களிலிருந்து பொதுமக்களும் கழகத்தினுடைய கண்மணிகளும் இங்கு வந்து உங்களுடைய நல்லாதரவை தந்தீர்கள். நல்லாதரவை தந்த அனைத்து பெருமக்களுக்கும் பொதுமக்களுக்கும் தாய்மார்களுக்கும் சகோதரிகளுக்கும் இளைஞர்களுக்கும் மாணவர்களுக்கும் என்னுடைய பணிவான நன்றியை உங்களுடைய பாதங்களில் வைத்து தலைவணங்குகிறேன். அமைதி காக்கவும் அமைதி காக்கவும் அமைதி காக்கவும் என்று சொல்லி உறுதியாக நம்முடைய தலைமையில் ஆட்சி தொடரும் 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 என்று தெரிவித்துக் கொள்கிறேன். யாருடைய ஆதரவும்
மாற்று கட்சி எதிர்கட்சி என்ற யாருடைய ஆதரவு இல்லாமல் முழுக்க முழுக்க மாண்புமிகு அம்மாவுடைய நல்லாட்சி தொடர்வதற்குத்தான் தமிழகத்துடைய மக்கள் இரண்டாம் முறையாக மாண்புமிகு அம்மாவுடைய ஆட்சியை அமர்த்தினார்கள். அதற்கு பின்னால் நடைபெற்ற நிகழ்வுகள் உங்களுக்கு நன்றாகவே தெரியும். இப்பொழுது மாண்புமிகு அம்மாவுடைய ஆன்மா உயிரோடு இருந்து நம்மை வழிநடத்தி கொண்டிருக்கிறது என்பது சற்று நேரத்திற்கு முன்பாக வந்த தீர்ப்பின் மூலம் உறுதியாக இருக்கிறது. ஆகவே அனைவரும் பொறுமையோடு இருக்க வேண்டும் என்றும் அமைதியாக இருக்க வேண்டும் என்று என்னுடைய அன்பான வேண்டுகோளை ஏற்றுக்கொள்ள வேண்டும் என்று நான் பணிவோடு வேண்டி கேட்டுக்கொள்கின்றேன். நன்றி, வணக்கம். அடுத்ததாக மேட்டூர் தொகுதியினுடைய சட்டப்பேரவை உறுப்பினரும் முன்னாள் அமைச்சருமான கழகத்தினுடைய அமைப்பு செயலாளருமான மரியாதைக்குரிய அண்ணன் வழக்கறிஞர் செம்மலை அவர்கள் இன்று மாண்புமிகு புரட்சித் தலைவருடைய அன்பு தொண்டர் மாண்புமிகு முதலமைச்சர் அவருடைய தலைமையேற்று இணைகிறார்கள். പനീർശെൽവം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ശശികലയ്ക്കെതിരായ വിധി വന്നതിന് ശേഷം പനീർശെൽവം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അമ്മ നയിച്ച വഴിയിലൂടെ സഞ്ചരിക്കണം, അതിനായി MLA-മാരും മന്ത്രിമാരും സഹായിക്കണം എന്ന തരത്തിലുള്ള ആണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത്. ഏതായാലും ഇപ്പോൾ മനു ശങ്കരൻ ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. മനു, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഒപ്പം തന്നെ ഇപ്പോൾ പനീർശെൽവം ക്യാമ്പ് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഒരു ഭൂരിപക്ഷം തെളിയിക്കലിലേക്ക് എത്തുമ്പോൾ പനീർശെൽവം ക്യാമ്പിന് അത്രത്തോളം കോൺഫിഡൻസോടെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. എടപ്പാളി കെ പളനിസ്വാമിയെ നിയമസഭാകക്ഷി നേതാവായി ശശികല തീരുമാനിച്ചിരിക്കുന്നു. പനീർസെൽവത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു. എടപ്പാളി കെ പളനിസ്വാമി ഗവർണർ മുമ്പാകെ ഇനി പിന്തുണയ്ക്കുന്ന MLA-മാരുടെ ഒപ്പടങ്ങിയ സമ്മതപത്രം കൂടി നൽകും. ഇതിനുശേഷം സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. നേരത്തെ ഗവർണർ മുന്നോട്ട് വച്ചിരുന്ന വാദങ്ങൾ ശശികലയ്ക്ക് 6 മാസത്തിനകം ഒരു MLA ആയി തിരിച്ചെത്താനാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. സുപ്രീം കോടതി വിധി വരാനിരിക്കുന്നു. അതിനാൽ ഉടനടി സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിക്കാനാകില്ലെന്നാണ് ശശികല സമ്മതപത്രം നൽകിയതിന് പിന്നാലെ ഗവർണർ മുന്നോട്ട് വച്ചിരുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇനി അത്തരം ന്യായങ്ങളൊന്നും ഗവർണർക്ക് വാദിക്കാനാകില്ല. അതിനാൽ സ്വാഭാവികമായും സർക്കാർ രൂപീകരണത്തിന് ക്ഷണിക്കുക എന്ന മാർഗം മാത്രമേ ഗവർണർക്ക് മുന്നിൽ ഉണ്ടാവുകയുള്ളൂ. നിയമസഭാകക്ഷി നേതാവായി എടപ്പാളി കെ പളനിസ്വാമി നിലവിൽ മന്ത്രിസഭയിൽ ഹൈവേ തുറമുഖ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി കൂടിയാണ് എടപ്പാളി കെ പളനിസ്വാമി. ഈ ഒരു സ്ഥിതിക്ക് MLA-മാരെല്ലാം മിനിമം ഭൂരിപക്ഷമായ 117 പേരുടെ പിന്തുണ ഉറപ്പിക്കാം എന്ന് തന്നെയാണ് ഇപ്പോഴും ശശികല വിഭാഗം ആവർത്തിച്ച് പറയുന്നത്. 121 MLA-മാർ തങ്ങൾക്കൊപ്പം എന്ന കാര്യത്തിൽ ശശികല വിഭാഗം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇതിനിടയിൽ 22 MLA-മാർ പനീർസെൽവത്തെ പിന്തുണച്ചു എന്നും വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. പനീർസെൽവം നേരത്തെ മുതിർന്ന നേതാക്കൾ മുതിർന്ന മുൻ വക്താവ് കൂടിയായിരുന്ന പൊന്നയ്യൻ, പാണ്ഡ്യരാജനടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ പനീർസെൽവം പറഞ്ഞത് 22 പേരുടെ പിന്തുണ ഉറപ്പിക്കാമെന്നാണ്. ഈ ഒരു സാഹചര്യത്തിൽ പനീർസെൽവത്തെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. അതിനാൽ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ പനീർസെൽവത്തെ വിളിച്ചാലും പനീർസെൽവത്തെ പിന്തുണയ്ക്കുന്ന MLA-മാർ പാർട്ടി വിരുദ്ധർ എന്നും മറ്റും വരുത്തി തീർക്കാൻ ശശികല വിഭാഗത്തിന് സ്വാഭാവികമായും സാധിക്കും. ഇത്തരമുള്ള വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് നടത്തുന്നത്. അതിനാൽ ഇനി ഗവർണർ സർക്കാർ രൂപീകരണത്തിന് ക്ഷണിച്ചാൽ പുതിയ നിയമസഭാകക്ഷി നേതാവായി ശശികല തന്നെ നിർദ്ദേശിച്ച ഏറ്റവും അടുത്ത അനുയായി എടപ്പാളി പളനിസ്വാമിയെ എത്ര MLA-മാർ പിന്തുണയ്ക്കും എന്നതാണ് കണ്ടറിയേണ്ടത്. ഇനി നിയമസഭയിലേക്ക് കാര്യങ്ങൾ നീളുകയാണ്. സഭയിൽ ഇനി എത്ര പേർ ഭൂരിപക്ഷം തെളിയിക്കാൻ തയ്യാറാകുമെന്നത് അറിയേണ്ടത് തന്നെയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഭൂരിപക്ഷം ഉറപ്പിക്കാം, 117 പേരുടെ പിന്തുണ ഉറപ്പിക്കാം എന്ന് തന്നെയാണ് ശശികല വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതേസമയം ഈ MLA-മാരോടെല്ലാം റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം എന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ 4 ബസ്സുകളാണ് റിസോർട്ടിലേക്കും മറ്റും എത്തിയിട്ടുള്ളത്. ഇവരോട് ഈ ബസ്സുകളിൽ അവരുടെ മണ്ഡലത്തിലേക്കും മറ്റും തിരിച്ചു പോകണമെന്ന നിർദ്ദേശമാണ് IG അടക്കമുള്ളവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ MLA-മാരും ഇതുവരെ പോയിട്ടില്ല. ശശികലയുടെ ബന്ധുക്കളും അടുത്ത അനുയായികളും എല്ലാം റിസോർട്ടിലുണ്ട്. ഇവരുമായി ഇപ്പോൾ ശശികല കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ തന്നെ ബംഗളൂരു വിചാരണ കോടതിയിൽ ഹാജരാകണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്, സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതിയിൽ കീഴടങ്ങിയില്ലെങ്കിൽ പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാനുള്ള അധികാരവുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പനീർസെൽവം സെക്രട്ടേറിയറ്റിലെ DGP അതോടൊപ്പം സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവരുമായി അല്പസമയങ്ങൾക്കകം കൂടിക്കാഴ്ച നടത്തും എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അതിനാൽ
വലിയ നിർണായക നീക്കങ്ങളിലേക്ക് പോകുന്നു. ഗവർണർക്ക് മുന്നിൽ ഇനി രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, ഈ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത എടപ്പാളി പളനിസ്വാമിയെ സർക്കാർ രൂപീകരണത്തിന് ക്ഷണിക്കാം, അല്ലെങ്കിൽ നിലവിലെ മുഖ്യമന്ത്രിയായ പനീർസെൽവത്തിനെ ഭൂരിപക്ഷം തെളിയിക്കാൻ ക്ഷണിക്കാം. ഇത്തരം രണ്ട് അവസരങ്ങളുണ്ട്. ഗവർണറുടെ വിവേചനാധികാരമാണ് എന്ത് തീരുമാനം കൈക്കൊള്ളണമെന്നത്. ഇത് രണ്ടു പേർക്കും ഭൂരിപക്ഷം തെളിയിക്കാൻ ആകാത്തൊരു സാഹചര്യം വന്നാൽ സഭ പിരിച്ചുവിടാനും പിന്നീട് മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്കും തമിഴകം വഴി തെളിയും. ഇത്തരമുള്ള നീക്കങ്ങൾ DMK-യും നടത്തുന്നുണ്ട്. MK സ്റ്റാലിൻ അല്പസമയങ്ങൾ മുമ്പ് മാധ്യമങ്ങൾ മുമ്പാകെ പറഞ്ഞത് പിൻവാതിലൂടെ ഒരു നീക്കത്തിലേക്ക് തങ്ങൾ നടത്തില്ല എന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പനീർസെൽവത്തെ ഈ DMK നേതാക്കൾ പിന്തുണച്ചേക്കില്ല എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. DMK-യും ലക്ഷ്യമിടുന്നത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇത്തരം വലിയ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് പോവുകയാണ് സോമി. തീർച്ചയായിട്ടും വരും മണിക്കൂറുകൾ തമിഴകത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. അതിലേക്കൊക്കെ വളരെ വേഗം തിരിച്ചെത്താം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സുപ്രീം കോടതിയുടെ വിധി വന്നതോടുകൂടി തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായക മുഹൂർത്തങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. ഒപ്പം തന്നെ AIADMK പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്തു. നിയമസഭാ കക്ഷി എടപ്പാടി പളനിസ്വാമി അല്പസമയത്തിനകം തന്നെ പളനിസ്വാമി ഇപ്പോൾ ഗവർണറെ കാണാനായി MLA-മാരുടെ സമ്മതം അറിയിച്ചുകൊണ്ടുള്ള കത്തുമായി ഗവർണറെ കാണാൻ തിരിച്ചിരിക്കുന്നു. അതേസമയം തന്റെ പക്ഷത്തേക്ക് കൂടുതൽ MLA-മാരെ ചേർക്കാൻ കഴിയുമോ എന്നുള്ള തരത്തിലുള്ള തിരക്കിട്ട ആശങ്കകളും നീക്കങ്ങളുമാണ് പനീർശെൽവം ക്യാമ്പിൽ നിന്നും ഉണ്ടാകുന്നത്. അല്പസമയത്തിനകം തന്നെ പനീർശെൽവം കുവത്തൂർ റിസോർട്ടിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനകളുമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവരുന്നത്. ഇപ്പോൾ ദേവദാസ് കൂടി ചേരുന്നു. ദേവദാസ്, വളരെ നിർണായകമായ മുഹൂർത്തങ്ങളിലൂടെയാണ് തമിഴ്നാട് രാഷ്ട്രീയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. ഗവർണറുടെ വിവേചനാധികാരം ഇപ്പോൾ പളനിസ്വാമി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. തത്സമയത്തിലേക്ക് கழக பொதுச் செயலாளர் மாண்புமிகு சின்னம்மா அவர்களுடைய தலைமையில கோல்டன் பேக் ஹோட்டல்ல 14/2/2014 17 என்று சட்டமன்ற அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகத்தினுடைய சட்டப்பேரவை உறுப்பினர்கள் கூட்டம் நடைபெற்றது. இந்த கூட்டத்தில் கழகத்தினுடைய பொருளாளர் மாண்புமிகு அமைச்சர் அண்ணன் திண்டுக்கல் சீனிவாசன் அவர்கள் அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகத்தினுடைய சட்டமன்ற கட்சி எடப்பாடி K. பழனிசாமி என்னை அறிவித்தார், தேர்ந்தெடுத்தார். அறிவித்து அனைத்து சட்டப்பேரவை உறுப்பினர்களும் ஒருமனதாக தேர்ந்தெடுத்தார்கள். அனைத்து சட்டப்பேரவை உறுப்பினர்களும் சட்டமன்ற கட்சி தலைவராக ஒருமனதாக தேர்ந்தெடுத்தார்கள் என்பதை இந்த நேரத்தில் தெரிவித்துக் கொள்கின்றேன். மாண்புமிகு அம்மாவுடைய அரசை அமைப்பதற்கு ஆளுநர் அவர்களிடத்தில் கடிதம் அனுப்பியுள்ளோம், உரிமை கோரும் கடிதம் அனுப்பியுள்ளோம். அவர் அழைப்புக்காக எதிர்நோக்கிக் கொண்டிருக்கின்றோம். மாண்புமிகு சின்னம்மா அவர்கள் அனைத்து சட்டமன்ற உறுப்பினர்களுடைய ஏகோபித்த ஆதரவோடு அனைத்து இந்திய அண்ணா திராவிட முன்னேற்றத்தினுடைய சட்டமன்ற குழு தலைவராக என்னை ஒருமனதாக தேர்ந்தெடுத்துள்ளார் என்பதை மீண்டும் வலியுறுத்தி தெரிவித்துக் கொள்கின்றேன். உரிமை கடிதம் கவர்னருக்கு அனுப்பியுள்ளேன். கவர்னர் அழைத்தவுடன் அங்கே சென்று சட்டமன்ற உறுப்பினர்கள் கையொப்பமிட்ட கடிதத்தை அவரிடத்திலே அளிப்போம். முதலமைச்சர் OPS வந்து அறிக்கை விட்டிருக்கிறாரு, ஒற்றுமையுடன் இருக்கும் அப்படின்னு சொல்லிட்டு. கவர்னர் அவர்களுக்கு அனுப்பப்பட்ட கடிதம் உங்களிடத்திலே காண்பிக்கிறோம். எத்தனை MLA தேர்வு பண்ணி ഇപ്പോൾ വീണ്ടും ദേവദാസിലേക്ക് ചേരുന്നു.
ദേവദാസ്, ഇപ്പോൾ നിർണായകമായ മുഹൂർത്തങ്ങളിലൂടെയാണ് തമിഴ്നാട് രാഷ്ട്രീയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു. MLA-മാരുടെ പിന്തുണ അറിയിക്കുന്ന കത്തുമായി എടപ്പാളി പളനിസ്വാമി ഇപ്പോൾ ഗവർണറെ കാണാൻ പോകുന്നു. ഒപ്പം തന്നെ പനീർശെൽവം കുവത്തൂർ ക്യാമ്പിലേക്ക് എത്തുകയാണ്. MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കാനാകുമോ എന്ന്, എങ്ങനെയാണ് ഈ നീക്കങ്ങളെയൊക്കെ നോക്കി കാണേണ്ടത്? ഏതെങ്കിലും ഒരു തരത്തിലുള്ള സാധ്യത പളനിസ്സെൽവം ക്യാമ്പിന് ഉണ്ടോ? ഇല്ല, പനീർശെൽവത്തിന് സ്വാമി ഇതിൽ ഒരു സ്റ്റേക്ക് ഹോൾഡറും ഇല്ല. ഇവിടെ പളനിസ്വാമി ലിസ്റ്റ് ഒന്ന് നോക്കണം. തമിഴ്നാടിൻ്റെ ഗതികേട്, ഒരു ഫ്യൂച്ചറായ മുഖ്യമന്ത്രി ജയിലിലേക്ക് പോകുന്നു, മറ്റേ മുൻ മുഖ്യമന്ത്രി റിസോർട്ടിലേക്ക് ഇപ്പോൾ മറ്റേ ഒരെ തപ്പി പിടിക്കാൻ പോകുന്നു, എലീനെ പിടിക്കുന്നവല്ല. ഇപ്പോൾ ഒരു ആക്കുന്ന ഈ പളനിസ്വാമി എന്ന് പറയുന്ന കക്ഷി ഗവർണറെ കാണാൻ പോകുന്നു. അപ്പോൾ ഈ ഗവർണറാണ് ഇമ്പോർട്ടൻ്റ്. ഗവർണർ പളനിസ്വാമിക്ക് ഈ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ആ ഒപ്പിട്ടത് വാലിഡായ ഒപ്പാന്ന് പരിശോധിക്കുക മാത്രമേ ചെയ്യണ്ടൂ. പിന്നെ ഫ്ലോർ ടെസ്റ്റിന് കൊടുക്കുക. പിന്നെ അവിടെ എന്തെങ്കിലും ഭീഷണി ഉണ്ട് എന്നങ്ങ് പറഞ്ഞെങ്കിൽ അതൊന്ന് വെരിഫൈ ചെയ്യുക. പക്ഷേ ഇന്നലെ വരെ കോടതി പ്രകാരം പോലീസ് പോയപ്പം പറഞ്ഞത് ശശികല പറഞ്ഞിട്ടൊന്നുമല്ല, ഞങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം വന്നേന്ന്. അപ്പോൾ അത് മാത്രമേ നോക്കണ്ടൂ. പളനിസ്വാമീൻ്റെ അടുത്തുള്ള ലിസ്റ്റ് ഗവർണർ നോക്കുക. ഭൂരിപക്ഷം 118 കവിയുന്നുണ്ടെങ്കിൽ ഉടനടി അത് ഈ ഒരാഴ്ചയൊന്നും കവിയറ്, ഇന്ന് രാത്രി തന്നെയോ അല്ലെ നാളെ രാവിലെ ഫ്ലോർ ടെസ്റ്റ് നടത്തിക്കൊള്ളുക. ഫ്ലോർ ടെസ്റ്റ് അടിയന്തരമാണ്. എങ്ങനെയാണ് പനീർശെൽവത്തെ ജയലളിത മരിച്ചപ്പോൾ ഒരു കലാപം ഉണ്ടാക്കാണ്ട് നിൽക്കാൻ രാത്രി സത്യപ്രതിജ്ഞ ചെയ്യിച്ചത്? അതുപോലത്തെ ദ്രുത നീക്കത്തോടെ ഇതുപോലെ 8 ദിവസം മാറ്റിവെച്ചാൽ ഇനി ഓരോ ദിവസം കഴിയും തോറും പണ്ട് 84-ൽ രാമറാവുവിനെ പുറത്താക്കാൻ ഭാസ്കര റാവുവിനെ വിളിച്ച പോലത്തെ സ്ഥിതിയിലേക്ക് വരും. പിന്നെ കുതിരക്കച്ചവടം നടക്കും, അതേപോലത്തെ നടപടിയിലേക്ക് പോകും. അതിനാണ് സെൻറ്റർ നടക്കുന്നത്. പിന്നെ DMK വേണ്ടത് പനീർശെൽവത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പനീർശെൽവത്തിനെ വിളിക്കാൻ പറ്റൂല, ഗവർണർ എന്ത് ചെയ്യും? വേഗം ഇലക്ഷൻ പ്രഖ്യാപിക്കും. അതിനാണ് DMK കാത്തു നിൽക്കുന്നത്. BJP ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ രജനീകാന്തിനെ കൊണ്ടുവന്ന് ഈ മണ്ഡലം എന്നെല്ലാം പറയുന്ന ഫാൻസിനെ ഉപയോഗിച്ച് കടന്നു വരാൻ പറ്റുമെന്നുള്ള സ്ഥിതിയും നോക്കുന്നു. ഇവർക്ക് ഈ സ്ഥിതി വിശേഷമാണ് വേണ്ടത്. ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഗവർണർ. അതാണ് ഈ സ്ഫോടനാത്മകമായ സിറ്റുവേഷൻ തമിഴ്നാട്ടിലാക്കിയിരിക്കുന്നു. നിയമം പാലിച്ചേ മതിയാവുള്ളൂ. പളനിസ്വാമിയെ വിളിക്കുക, ഫ്ലോർ ടെസ്റ്റ് നടത്തുക. അതാണ് AIDM. ബാക്കിയെല്ലാം ജനങ്ങളെ വികാരമൊന്നുമില്ല. എന്തറിയാം, ജല്ലിക്കെട്ടിൽ സുപ്രീം കോടതിയെ പോലും പറ്റിച്ച് ഇവിടെ മുൾമുനയിൽ നിർത്തിയവർക്ക് കിട്ടിയ അടിയാണിത്. പനീർശെൽവത്തിനും കൂട്ടർക്കും അടി തന്നെയാണ്. എന്തറിയാം, അതേപോലെ ജയലളിതയുടെ അഴിമതിക്ക് കൂട്ടുനിന്ന ആളാണ് പനീർശെൽവവും ശശികലയും എല്ലാം. ഇപ്പോൾ അമ്മ തെളിച്ച വഴി അഴിമതി, DMK തെളിച്ച വഴി അഴിമതി. അവിടെ അഴിമതി, സാധാരണ ജനങ്ങളെ ജീവിതം ഇപ്പോൾ പന്താടുകയാണ്. അതിന് കേന്ദ്ര ഗവൺമെൻറ്റായ BJP കൂട്ടുനിൽക്കുന്നു. ഗവർണർ കോടാളി കൈയായിട്ട് പ്രവർത്തിക്കുന്നു, ഡെമോക്രസിയെ കൊല്ലുന്നു. അതാണ് കാണുന്നത്. ഡെമോക്രസിയെ സെറ്റ് ചെയ്യൂ, വേറെ ഒന്നും ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇവിടെ എല്ലാം ഗവർണറെ തിരിച്ചു വിളിക്കൂ, പുതിയ സ്ഥിരമായ ഗവർണറെ വെക്കൂ. ദിവസക്കൂലിക്കാരനായ ഈ മഫൻ ഗവർണറെ മാറ്റണം. അവിടെ എല്ലേ തമിഴ്നാട് ഭാവിയിൽ കത്തും. ഞങ്ങളൊന്നും നോക്കണ്ട. അതിന് ഞങ്ങളെ കേരള ഗവൺമെൻറ് മറ്റേ പ്രസിഡന്റിന് ഉടനടി എഴുതണം. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ എന്തെങ്കിലും കത്തിയാൽ കേരള, കർണാടക, ആന്ധ്രാപ്രദേശിലെ സാധാ ജനങ്ങളാണ് പെട്ടുപോവുക. ഇവർ ജല്ലിക്കെട്ടിൽ കണ്ടു, മുല്ലപ്പെരിയാറിൽ കണ്ടു, കാവേരി ഇഷ്യൂവിൽ കണ്ടു. അവർ കർഷകർ 300ഓളം ആൾ ആത്മഹത്യ ചെയ്തു തമിഴ്നാട്ടിൽ. അപ്പോഴാണ് ഈ പാവക്കളി കളിക്കുന്നു, പപ്പറ്റ് ഷോ. വേൾഡിൻ്റെ മുമ്പിൽ നമ്മളെ ഇന്ത്യൻ ഡെമോക്രസിയെ ചിരിപ്പിക്കുന്നു. അതിന് മോഡി ലെഡ് ഗവൺമെൻറ് കൂട്ടുനിൽക്കുന്നു. ഗവർണർ അതിൻ്റെ ഒരു പാവിയായിട്ട്, മഫിനെ പോലത്തെ മറ്റൊരു പാവിയായിട്ട് കളിക്കുന്ന രംഗം. പളനിസ്വാമിനെ ഉടനടി ഫ്ലോർ ടെസ്റ്റിന് വിളിക്കുക, ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരം കൊടുക്കുക. അതല്ലാണ്ട് മറ്റൊരു മാർഗമില്ല സ്വാമി.
ശ്രീ ദേവദാസ്, കഴിഞ്ഞ 5-ാം തീയതി മുതൽ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ നാടകങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ നിലവിൽ ഫ്ലോർ ടെസ്റ്റ് വിളിക്കുക എന്നുള്ളതാണ് ഗവർണർക്ക് മുന്നിലുള്ള ഒരു വഴി, അല്ലെങ്കിൽ ഗവർണറുടെ വിവേചനാധികാരം ഉപയോഗിക്കാം. സ്വാഭാവികമായും നിയമസഭ ADMK നിയമസഭാ കക്ഷി നേതാവിനെ സർക്കാർ രൂപീകരിക്കാൻ വിളിക്കാം, പനീർശെൽവം ക്യാമ്പിനോട് ഭൂരിപക്ഷം തെളിയിക്കാൻ വിളിക്കാം. ഇവർക്ക് രണ്ടുപേർക്കും ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യതകളും ഉണ്ടാകും. എങ്ങനെയാണെങ്കിലും ഗവർണറുടെ വിവേചനാധികാരം നിർണായകമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി ഇത് വെച്ച് താമസിപ്പിച്ചുകൊണ്ട് പോകാനുള്ള ഒരു സാധ്യതകളും നീക്കങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ടോ? സ്വാമി ഇതുവരെ കണ്ടതിലായെങ്കിൽ ഇനിയും വെച്ച് താമസിപ്പിക്കാനാണ് കൂടുതൽ കലങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പനീർശെൽവത്തിൻ്റെ ആൾക്കാരും ഈ ശശികലേൻ്റെ ആൾക്കാരും തമ്മിൽ കലാപമുണ്ടാവും റോട്ടിൽ. അതാണ് വേണ്ടത് ഇവർക്ക്. എന്നാൽ പ്രസിഡൻഷ്യൽ റൂള് കൊണ്ടുവരാൻ ഈ ഗവർണർ ഉപയോഗിക്കുന്ന എൻ്റെ സംശയം. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് സ്വാമി പറഞ്ഞ പോലെ ഈ ഫെബ്രുവരി 5-ന് രാത്രി ശശികലേനെ തെരഞ്ഞെടുത്തത് ഈ പനീർശെൽവവും കൂട്ടരുമാണ്. പനീർശെൽവം തന്നെയാണ് രാജ്ഭവനിൽ പോയിട്ട് എനക്ക് വയ്യ, ശശികലയാണ് അടുത്ത നേതാവ് എന്ന് പറഞ്ഞു. ശശികല നേതാവായിട്ട് ശശികലേനെ പിറ്റേ ദിവസം രാവിലെ വിളിച്ചാൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇന്ന് ജയിലിലേക്ക് ശശികല പോകുന്നുണ്ടെങ്കിൽ ശശികല അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഗവർണർ ശശികലനെയായെങ്കിൽ ആരാണ് തിരഞ്ഞെടുത്തത് ഫ്ലോർ ലീഡറായിട്ട്, ഫ്ലോറിൽ വെച്ചിട്ട് സ്പീക്കറാണ് അത് നോക്കേണ്ടത്. അത് ഗവർണർ അതിന് അവസരം ഒരുക്കി കൊടുക്കലാണ് 164 പറയുന്നത്. പിന്നെ എന്തിനാണ് ഈ പുകമറ സൃഷ്ടിച്ചത്? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമില്ല. അതാണ് ഈ വേലക്കാരി എന്ന് പറഞ്ഞ ശശികല, ഈ പണിക്ക് മുരുട കഴുകിയ ശശികലേൻ്റെ തലയിൽ അനുഗ്രഹിക്കാൻ നരേന്ദ്രമോദി നിന്നു. ജയലളിത മരിച്ചപ്പോൾ പനീർശെൽവത്തെ അവഗണിച്ചുകൊണ്ട് ആ സ്ഥിതിയിലാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോഴെന്താണ് ചെയ്യുക? അതുകൊണ്ട് എന്താണ് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പളനിസ്വാമിയെ ഉടനടി വിളിക്കണം. അല്ലെങ്കിൽ പിന്നാമ്പുറത്തോട്ട് ഇതേ ഗവർണർ രാജ്ഭവൻ്റെ പിന്നാമ്പുറത്തോട്ട് മതിലും ചാടി ഓടാനുള്ള സാധ്യത എന്തായാലും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോൾ രാജ്ഭവനിലെത്തുമ്പോൾ അവിടെ ഗവർണർ ഉണ്ടാവുമോ എന്ന് പോലും പറയാൻ പറ്റൂല. ഇതേപോലെയാണ് പനീർശെൽവം കൊടുത്തപ്പോഴാണ് ഗവർണർ ഊട്ടി വഴി ഡൽഹിയിൽ പോയി മറ്റൊരു കല്യാണത്തിന് അറ്റൻഡ് ചെയ്ത് ഇവിടെ തമിഴ്നാട് കത്തുമ്പോൾ. അതുകൊണ്ട് ഉടനടി ഈ ഡെയിലി വേജസ് ഗവർണറെ മാറ്റിയേ തീരൂ, അല്ലെങ്കിൽ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാവും. ഇനിയും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ഇന്ന് തന്നെ പളനിസ്വാമിയെ ഫ്ലോർ ടെസ്റ്റിന് വിളിക്കുന്നതാണ് ഏറ്റവും നല്ല. ഓരോ ദിവസം കഴിയുമ്പോഴും 84-ൽ ആന്ധ്രയിൽ സംഭവിച്ച പോലെ ഭാസ്കർ റാവുവിനെ ഭൂരിപക്ഷമില്ലാത്ത ഭാസ്കർ റാവുവിനെ വിളിച്ച പോലെ പനീർശെൽവത്തിനെ വിളിക്കാനാണ് നീക്കമെങ്കിൽ മറ്റൊരു കുതിര കച്ചവടം കാണും. റിസോർട്ടിൽ പോയി മസാജ്. ഈ MLA മാർ വിചാരിക്കും റിസോർട്ടിൽ താമസിക്കുന്നതാണ് നല്ലതെന്ന്. ഒരു കൊല്ലം ആയാലും സാരില്ല, ഇവിടെ നല്ല ഭക്ഷണമായിട്ട് നിൽക്കാമല്ലോ. അതുകൊണ്ട് ജയിലിൽ വെച്ച് പാവ ഗവൺമെൻറ് അഴിമതി നടത്തിയ ജയലളിതയും കൂടി ഇന്ന് ജയിലിൽ പോകണമായിരുന്നു. ജയലളിതക്ക് പോകാൻ പറ്റാത്ത ദുഃഖമാണ് ഈ ഇന്ത്യയിൽ മൊത്തം ഉള്ളത്. എന്താ അറിയാം, ഇത്രയും അഴിമതി. അത് 66 കോടിയെ പറയുന്നുള്ളൂ, ബാക്കി 20,000 കോടിയുണ്ട്. അതെല്ലാം സ്റ്റേറ്റ് കെട്ടണം. അതിന് സെൻറ്ററും ITയെല്ലാം ED ഇറങ്ങേണ്ട സ്ഥിതിയാവും. പക്ഷേ ഇവരൊന്നും ചെയ്യില്ല. ഇന്ത്യൻ ഡെമോക്രസീൻ്റെ കഴുത്തിങ്ങനെ പിടിച്ച് ഞെക്കുന്ന കാഴ്ചയാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഈ പളനിസ്വാമിയോ വീരപ്പനോ, ഇനി വീരപ്പൻ മീശ പഠിച്ച് വന്നാലും വീരപ്പനെ അനുകൂലിച്ചെങ്കിൽ വീരപ്പനെ നിങ്ങൾ മുഖ്യമന്ത്രി ആക്കണം. അതാണ് ഇന്ത്യയിലെ നിയമം. അതുകൊണ്ടാണ് റാബ്രി ദേവിയെ മുഖ്യമന്ത്രി ചപ്പാത്തി പരത്തുന്നിടത്തുനിന്ന് ലല്ലു പ്രസാദ് ആക്കിയത് ജയിലിൽ പോകുന്നതിനെക്കാട്ടും മുമ്പേ. കള്ളക്കടത്തുകാരൻ ചർച്ചിൽ അലിമാവോയെ ഗോവയിൽ മുഖ്യമന്ത്രി ആക്കിയത് കള്ളക്കടത്തുകാരൻ. ഇന്നും കള്ളക്കടത്തുകാരനാണ് ചർച്ചിൽ അലിമാവോ അവിടെ മന്ത്രിയായത്. ഇതേ BJP ആണ് വോട്ട് ചെയ്തത്. അപ്പോഴെവിടെയുണ്ടായിരുന്നു ഈ മൊറാലിറ്റി? ശശികല. അതുകൊണ്ട് ഇന്ത്യയിൽ നിയമപ്രകാരം ഭരണഘടനയിൽ വേറെ ഒന്നുമില്ല. 164 ഫ്ലോർ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. ഫ്ലോർ ടെസ്റ്റ് ഇതാക്കിക്കൊള്ളുക. ഫ്ലോർ ടെസ്റ്റ് ആക്കിയിട്ടില്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ നോക്കി തുപ്പുന്ന ഒരു ഗവർണറെ ഉടനടി മാറ്റാനുള്ള എഴുത്തുകൾ മറ്റ് സംസ്ഥാന സർക്കാരുകൾ ഉടനടി എഴുതണം. എന്താ പറയുക, ഇത് കേരളത്തിനും ഭാവിയിൽ ഭീഷണിയാണ്. ഇങ്ങനെയാണ് സെൻട്രൽ ഗവൺമെൻറ് പലതും പറഞ്ഞ് ഇവിടെ ഒരു ഗുണ്ടാ കൊലപാതകം വരുമ്പോൾ ഉടനടി മാറ്റണം എന്ന് പറഞ്ഞ സദാശിവം സുപ്രീം കോടതി
ചീഫ് ജസ്റ്റിസായി റിട്ടയർ ചെയ്ത് 1 മാസം കൊണ്ടാണ് ഇവിടുത്തെ ഗവർണറായത്. അതുകൊണ്ട് കോടാലിക്കൈയായിട്ട് പ്രവർത്തിക്കുന്ന ഈ ഗവർണർ, അതാണ് ഉത്തരാഖണ്ഡിൽ കണ്ടത്, കോൺഗ്രസ് ഭൂരിപക്ഷമുള്ള അരുണാചൽ പ്രദേശിൽ കണ്ടത്. അത് തന്നെ സംഭവിക്കും ഈ കേരളത്തിലും. കാരണം നോൺ BJP സ്റ്റേറ്റ്സിൽ ഇവർക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഇവർ കലക്കുക, ഇല്ലെങ്കിൽ ഭൂരിപക്ഷമുള്ള MLA-മാരെ ചാക്കിട്ട് പിടിച്ച BJP ആണ് ഇപ്പോൾ മൊറാലിറ്റി സംസാരിക്കുന്നത്. അവർക്ക് മൊറാലിറ്റി ഇല്ല. ഇവിടെ ഡെമോക്രസിയാണ് വിജയിക്കേണ്ടത്. ജയിലിൽ പോകാത്തത് ജയലളിതയോ ശശികലയോ അവരുടെ എല്ലാം. ഇപ്പൊ ഈ പളനിസ്വാമിയെ വെച്ച് നടരാജൻ എന്ന് പറഞ്ഞ ഭർത്താവ് മാഫിയ, മിസ്റ്റർ 10%, ഏത് പ്രോജക്റ്റിനും 10% കൈക്കൂലി വാങ്ങുന്ന നടരാജന് ഭരിക്കാനറിയാം. നടരാജന്റെ കയ്യിലെ കളിപ്പാവയായി പളനിസ്വാമി ഭരിക്കും. അത് തമിഴ് ജനതയാണ് തീരുമാനിക്കേണ്ടത്, അത് ഞങ്ങളൊന്നുമല്ല. ഇവിടെ ഭരണഘടനയിൽ ഗവർണറിന്റെ മുമ്പിൽ ഒന്നേ ഉള്ളൂ, വേഗം അസംബ്ലി വിളിച്ചു കൂട്ടുക, ഫ്ലോർ ടെസ്റ്റ് നടത്തുക. ആരാണ് AIADMKയിൽ മറ്റേ ഭൂരിപക്ഷമുള്ളത്, ആ ഭൂരിപക്ഷമുള്ള ആളെ ആരാണ് തിരഞ്ഞെടുത്തത് അയാളെ മുഖ്യമന്ത്രിയാക്കുക. അത് പനീർശെൽവമാവാം, വീരപ്പനാവാം, ബണ്ടി ചോറാവാം, അതൊന്നും ഇവിടുത്തെ പ്രശ്നമല്ല. ഭരണഘടനാ നിയമപ്രകാരം എടുക്കേണ്ട ഗവർണർ ആ നിയമം മാത്രമേ നോക്കണ്ടൂ, വേറെ പണിയൊന്നും ചെയ്യാൻ വേണ്ടി പോണ്ട. ഇപ്പം തന്നെ ഒരാഴ്ച ചെയ്തത് തെറ്റാണ്. സുപ്രീം കോടതിയിലെ കേസുണ്ട് എന്ന് പറഞ്ഞിട്ട് നീട്ടാൻ ഒരു വകുപ്പും ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിട്ടില്ല. 163(2) മാത്രം ഇവനെ പനീർശെൽവത്തെ ഭീഷണിപ്പെടുത്തി ചെയ്തതാണോ എന്ന് മാത്രമേ നോക്കേണ്ടിയുള്ളൂ. അതാരും ഇതുവരെ തെളിയിച്ചിട്ടില്ല. അപ്പോൾ 164 നിലനിൽക്കുള്ളൂ. 164 അപ്ലൈ ചെയ്യാനുള്ള ഈ അണ്ടിപ്പരിപ്പ് കോട്ട് വിട്ടിട്ട് നടന്നാൽ മാത്രം ഗവർണർ കല്യാണത്തിന് പോകാനല്ല.